ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് കർത്താവിനെ ആരാധിക്കാനായി കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് ദൈവവചനം പ്രസംഗിക്കുവാൻ ദൈവം എനിക്ക് നൽകിയ ഈ അവസരത്തെ ഓർത്തും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. മേധ്യ പാഴ്സി രാജാവായ ദാര്യാവേശ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ഇനി വരുന്ന 30 ദിവസത്തേക്ക് തന്നോട് മാത്രമേ ആരാധിക്കാവൂ, തന്നെ മാത്രമേ ആരാധിക്കാവൂ, തന്നോട് മാത്രമേ അപേക്ഷ കഴിക്കാവൂ. അങ്ങനെ ആരോടെങ്കിലും പ്രാർത്ഥിക്കുകയോ അപേക്ഷ കഴിക്കുകയോ ചെയ്താൽ അവരെ കൊന്നുകളയും, സിംഹത്തിൻ്റെ കുഴിയിൽ ഇട്ടുകളയും. എന്നാൽ ദാനിയേൽ ഈ കൽപ്പന അനുസരിക്കാനായിട്ട് മനസ്സ് കാണിച്ചില്ല. ദാനിയേൽ ദിവസത്തിൽ 3 പ്രാവശ്യം തൻ്റെ മാളികമുറിയിലെ കിളിവാതിലുകളെ തുറന്നിട്ടുകൊണ്ട് ഭയം കൂടാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി ദൈവത്തോട് അപേക്ഷ കഴിച്ചു. ദാനിയേലിന് ഭയമുണ്ടായില്ല. ഇത് കേട്ടവർ രാജാവിനോട് കാര്യം പറഞ്ഞു. രാജാവ് കൽപ്പിച്ചതുപോലെ ദാനിയേലിനെ സിംഹത്തിൻ്റെ കുഴിയിലിട്ട് കളഞ്ഞു. എന്നാൽ ദൈവം ദാനിയേലിനെ സിംഹത്തിൽ നിന്ന് രക്ഷിച്ച് അങ്ങനെ പുറത്തു കൊണ്ടുവന്നു. ഇത് നമുക്കറിയാവുന്ന ചരിത്രമാണ്. ഈ ദാനിയേലിൻ്റെ ഈ ജീവിതം നമ്മോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പ്രതികൂലങ്ങളും പ്രയാസങ്ങളുമാണ് എങ്കിലും വിശ്വസ്തയോടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ഇപ്പോൾ ലോകത്തിൽ നോക്കുകയാണെങ്കിൽ ലോകം വളരെ അഗ്രസീവായി സുവിശേഷത്തിനും ദൈവമക്കൾക്കും എതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കിവിടെ ആ നിലയിലുള്ള പ്രതിസന്ധി ഇല്ലായിരിക്കാം. എന്നാൽ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ചരിത്രങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൽ ആകമാനം നോക്കിയാലും കഴിഞ്ഞ കാലത്തേക്കാൾ സുവിശേഷത്തിനും ദൈവമക്കൾക്കുമെതിരെ ശത്രു ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കിവിടെ ഇപ്പോൾ സുരക്ഷിതമാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിലും ഭാവി ആ നിലയിൽ അത്ര സുരക്ഷിതമല്ല എന്ന് തന്നെയാണ് പറയുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം നമുക്ക് മുമ്പിലും ഒരു പ്രസക്തമായ ചോദ്യമാണ്. സാഹചര്യം സുവിശേഷത്തിനും ദൈവമക്കൾക്കും അനുകൂലമല്ല എങ്കിലും ദാനിയേലിനെ പോലെ ഭയം കൂടാതെ ഉറച്ചു നിന്നുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി പോരാട്ടം കഴിക്കുവാൻ, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് അനുസാരമായി സുവിശേഷത്തെ ഉയർത്തുവാൻ, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മഹത്വം കരയേറ്റുന്ന നിലയിൽ ക്രിസ്തീയ ജീവിതം ജീവിക്കാനായിട്ട് നമുക്ക് കഴിയുമോ എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വേദഭാഗമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങൾ അത് ഞാൻ വായിക്കാം. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പിൻ. ഇത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരു അടയാളമാകുന്നു. അത് ദൈവം തന്നെ വച്ചതാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവനു വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. നിങ്ങൾ എങ്കിൽ കണ്ടതും ഇപ്പോൾ എന്നെക്കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം നിങ്ങൾക്കും ഉണ്ടല്ലോ. അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിൽ കിടന്നാണ് ഈ ലേഖനം എഴുതുന്നത്. പൗലോസ് ജയിലിലാണ്. താൻ അങ്ങനെ ജീവനോടെ തിരിച്ചു വരുമോ എന്നറിയില്ല, കൊല്ലപ്പെടും എന്നുള്ള നിലയിലാണ് പൗലോസ് ആയിരിക്കുന്നത്. എന്നാൽ തന്നെക്കുറിച്ചല്ല പൗലോസിൻ്റെ ഇവിടെ ഭാരം. ഫിലിപ്പിയ സഭയെക്കുറിച്ചാണ് പൗലോസിന് ഉത്കണ്ഠയുള്ളത്. ഫിലിപ്പിയ സഭയും തനിക്കുണ്ടായ ഈ അനുഭവത്തിലൂടെ, ഈ കഷ്ടതയിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം
AD 65 ഈ ലേഖനം എഴുതുന്നതെന്നാണ് പറയപ്പെടുന്നത്. AD 64 നീറോ ചക്രവർത്തി റോമ ഭരിക്കാനായിട്ട് തുടങ്ങുന്നു. ക്രിസ്തീയ വിശ്വാസികൾക്കും അതുപോലെ സുവിശേഷത്തിനും എതിരായി വളരെയേറെ പീഡനങ്ങൾ തുടങ്ങുന്ന ഒരു കാലമാണ്. ഈ പീഡനത്തിലൂടെ ഫിലിപ്പിയ സഭയും കടന്നു പോകേണ്ടതായിട്ട് വരും. എന്നാൽ സാഹചര്യം എന്തായാലും കർത്താവായ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന, സുവിശേഷം വിട്ടുകളയാത്ത, കർത്താവായ യേശുക്രിസ്തുവിനും സുവിശേഷത്തിനും അനുസാരമായിരിക്കുന്ന ഒരു ജീവിതം ജീവിക്കണം എന്നുള്ളത് പൗലോസ് അവരെ പ്രബോധിപ്പിക്കുകയാണ്, അവരെ നിർബന്ധിക്കുന്നതായിരിക്കുന്ന ഒരു വേദഭാഗമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഏത് സാഹചര്യത്തിലൂടെ പൗലോസിന് കഷ്ടതയുണ്ടായി, ജയിലിലായിരിക്കുന്നു, മരണം സംഭവിക്കുമോ എന്നറിയില്ല. അതുപോലെ തന്നെയുള്ള വലിയ പീഡനത്തിലൂടെ ഫിലിപ്പിയ സഭ കടന്നു പോകാനായിട്ട് പോകുന്നു. ആ നിലയിൽ നോക്കുമ്പോൾ വിശ്വാസം വിട്ടുകളയാനും വിശ്വാസം വീണു പോകാനുമുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഏത് സാഹചര്യത്തിലും സുവിശേഷത്തിനനുസാരമായിരിക്കുന്ന, കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന നിലയിലുള്ള ജീവിതം ജീവിക്കാനായിട്ട് നിർബന്ധിക്കുന്നതായിരിക്കുന്ന ഒരു വേദഭാഗമായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും. ഈ വേദഭാഗത്ത് നോക്കുമ്പോൾ ഒരു പ്രധാന കൽപ്പന പൗലോസ് ഫിലിപ്പിയർക്ക് നൽകുന്നുണ്ട്. മലയാളത്തിൽ ഈ വേദഭാഗത്തിൻ്റെ ഘടന മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇംഗ്ലീഷിൽ വളരെ എളുപ്പം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാണ് ഒന്നാമത്തെ ഒരു പ്രധാന കൽപ്പന ഈ വേദഭാഗത്ത് നൽകിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കണം എന്നുള്ളതാണ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കണം. ക്രിസ്തുവിൻ്റെ സുവിശേഷം നമുക്കറിയാം. കർത്താവ് യേശുക്രിസ്തു നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന നമ്മെ തൻ്റെ ജീവനെ നൽകി രക്ഷിച്ചു. ദൈവമക്കൾ എന്നുള്ള പദവി നൽകി. മരണഭയം മാറ്റി പ്രത്യാശയുള്ളവരാക്കി തീർന്നു. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന കാഴ്ചപ്പാടുകൾ നൽകി. സുവിശേഷത്തിൻ്റെ മഹത്വം എത്ര വലുതാണ്! രക്ഷിക്കപ്പെട്ടവരെന്നുള്ള നിലയിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ അളവറ്റ വലുപ്പം, സുവിശേഷം എന്നുള്ളത് എത്രയോ അനുഗ്രഹീതമായ കാര്യമാണ്. പലപ്പോഴും ലാഘവമായിട്ട് നമ്മൾ രക്ഷയെ കാണാൻ സാധ്യതയുണ്ട്. നിത്യമായ ശിക്ഷാവധി, എന്നാൽ നിത്യമായ രക്ഷ ഒരു മുടക്കം കൂടാതെ കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിനാൽ നേടിത്തന്ന ഈ സുവിശേഷം പൗലോസ് പറയുകയാണ്, ക്രിസ്തുയേശുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പി. ഇവിടെ മാത്രം എന്ന് പറയുന്നതിന് ഈ കൽപ്പനയുടെ പ്രാധാന്യത്തെ കാണിക്കുകയാണ്. ഒന്നാമതായി, എല്ലാറ്റിലും ഉപരി എന്ത് സംഭവിച്ചാലും, പല കാര്യങ്ങളിൽ ഒരു കാര്യമായിട്ട് മാത്രമല്ല കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത്, പ്രാധാന്യമായി ഒന്നാമതായി എന്നുള്ള നിലയിലാണ് ഈ കൽപ്പന പൗലോസ് കൊടുക്കുന്നത്. എന്ത് സംഭവിച്ചാലും. ഇവിടെ 27-ാമത്തെ വാക്യം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിൽ നിന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ. പൗലോസ് അടുത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും പലപ്പോഴും നമ്മൾ ഭക്തന്മാരായി ജീവിക്കുന്നതിൻ്റെ കാരണം എന്നുള്ളത് നമ്മളെ സഹവിശ്വാസികൾ കാണുന്നു എന്നൊക്കെയുള്ളതല്ലേ. മൂപ്പൻ കാണുന്നു, അപ്പോൾ നമ്മൾ വളരെ ഭക്തന്മാരായിട്ട് ജീവിക്കാൻ ശ്രമിക്കും. ആരും കാണുന്നില്ലെങ്കിലുള്ള ജീവിതം എങ്ങനെയാണ്? മാത്രമല്ല, സാഹചര്യം നല്ല സാഹചര്യമൊക്കെ ആണെങ്കിൽ ഭക്തന്മാരായിട്ട് ജീവിക്കാൻ പ്രയാസമില്ല. ഒരു പ്രശ്നവുമില്ല, നല്ല ജോലി, സാമ്പത്തികമുണ്ട്, കുട്ടികളൊക്കെ നല്ലതാണ്, കുടുംബം നല്ലതാണ്, അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ പ്രതികൂലങ്ങളില്ലേ ഇല്ല എങ്കിൽ നമ്മളൊക്കെ നല്ല ഭക്തന്മാരായിട്ട് ജീവിക്കും. എന്നാൽ പൗലോസ് വന്നാലും ഇല്ലെങ്കിലും, സാഹചര്യം എന്ത് തന്നെ ആയാലും, ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും, നിങ്ങളുടെ ജീവിതം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം ജീവിക്കണം. എല്ലാം അനുകൂലമാകുമ്പോൾ മാത്രമല്ല, സാഹചര്യം എന്ത് തന്നെ ആയാലും പൗലോസ് ഊന്നി പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം. എത്രയോ പ്രാധാന്യമുള്ള ഒരു കൽപ്പനയാണ് ഫിലിപ്പിയർക്ക് പൗലോസ് നൽകുന്നത്. നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ എങ്ങനെയുണ്ട്? നമ്മുടെ സുവിശേഷത്തിന് അനുസാരമായിട്ടാണോ നമ്മുടെ ജീവിതം? അതോ മനുഷ്യരെ കാണിക്കുന്ന ഒരു ജീവിതമാണോ? മനുഷ്യരടുത്തുണ്ട് എങ്കിൽ, മനുഷ്യർ കാണുമെന്നുള്ളത് കൊണ്ട് നമ്മൾ ഭക്തന്മാരാണോ?
ജോസഫിൻ്റെ ചരിത്രം നമുക്കറിയാം. ജോസഫ് ഫിലിപ്പിയിലെ ഈജിപ്തിൽ പോത്തിഫറിൻ്റെ ഭവനത്തിൽ പോത്തിഫറിൻ്റെ ഭാര്യ പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു. മറ്റൊരു രാജ്യമാണ്, ആരും കാണില്ല. എന്നാൽ ജോസഫ് പറഞ്ഞത് എന്താണ്? ഞാൻ എൻ്റെ ദൈവത്തിനെതിരായി പാപം ചെയ്യുന്നത് എങ്ങനെ? സാഹചര്യം അനുകൂലമായിട്ടും ജോസഫിൻ്റെ മനോഭാവം എന്താണ്? ഈ ഒരു മനോഭാവം നമുക്കുണ്ടോ? പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രലോഭനങ്ങളുടെ നടുവിൽ കർത്താവിനെ ഉയർത്തുവാൻ, കർത്താവിൻ്റെ സുവിശേഷത്തിന് അനുസാരമായി നിലവാരമുള്ള ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കാനായിട്ട് നമുക്ക് കഴിയുമോ? ഇവിടെ നടപ്പിൻ എന്ന് ഒരു വാക്കുണ്ട്. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പിൻ. നടപ്പിൻ എന്ന് പറഞ്ഞാൽ ജീവിക്കുക എന്നുള്ളതാണ് അതിനർത്ഥം. അങ്ങനെയുള്ള ജീവിതം നയിക്കുക എന്നുള്ളതാണ്. പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രത്യേക വാക്കാണ് ജീവിക്കുക എന്ന്. എഫേസ്യ ലേഖനം 4:1 വിളിക്ക് യോഗ്യമാവണ്ണം നടപ്പിൻ എന്ന് പല ലേഖനങ്ങളിലും ക്രിസ്തീയ ജീവിപ്പിൻ എന്നുള്ള വാക്ക് പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. എങ്കിലും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രത്യേക വാക്കാണ് പൊളിറ്റോമായി എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിച്ചാണ് പൗലോസ് ഈ ജീവിതം എന്ന വാക്ക് എഴുതിയിരിക്കുന്നത്. പൊളിറ്റോമായി എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് പൊളിറ്റിക്സ്, മെട്രോപോളിസ് എന്നൊക്കെ പറയുന്ന വാക്കുകൾ രൂപം കൊണ്ടത്. വലിയ സിറ്റി. ഇവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നത് ഒരു സിറ്റിയിൽ ഒരു സിറ്റിയിലെ പൗരനായി പെരുമാറുക, അല്ലെങ്കിൽ ഒരു പൗരൻ ഒരു രാജ്യത്തിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഒരു പൗരൻ തൻ്റെ രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിലല്ല, ആ രാജ്യത്തെ ഉയർത്തുന്ന ആ രാജ്യത്തിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ജീവിക്കുക. ഫിലിപ്പിയർക്ക് ഈ വാക്ക് ശരിക്കും മനസ്സിലാകും. ഫിലിപ്പിയ എന്നുള്ളത് റോമിൽ നിന്ന് 800 മൈലോളം ദൂരത്തിലാണ് എങ്കിലും റോമയുടെ അണ്ടറിലാണ്, റോമൻ ഭരണത്തിന് കീഴിലാണ്. ഫിലിപ്പിയിലുള്ളവർ റോമൻ പൗരന്മാരാണ്. അപ്പോൾ റോമൻ പൗരത്വം അവർക്ക് അഭിമാനമായിട്ട് തോന്നുന്ന കാര്യമാണ്. റോമൻ പൗരത്വത്തെക്കുറിച്ച് നമ്മൾ പൗലോസൊക്കെ പറയുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്. റോമൻ പൗരത്വം എന്ന് പറഞ്ഞാൽ ഉന്നതമായിരിക്കുന്ന ഒരു പൗരത്വമാണ്. റോമൻ പൗരത്വത്തെക്കുറിച്ച് അവർ അഭിമാനിച്ചിരുന്നു, അവരത് അഹങ്കാരമായിട്ട് സൂക്ഷിച്ചിരുന്നു. എന്നാൽ പൗലോസ് പറയുകയാണ്, റോമൻ പൗരത്വത്തെക്കാളും ഉന്നതമായിരിക്കുന്ന ഒരു പൗരത്വമുള്ളവരാണ് നിങ്ങൾ. ആ പൗരത്വത്തിൻ്റെ ആ നിലവാരമനുസരിച്ച് നിങ്ങൾ ജീവിക്കണം എന്നുള്ളതാണ്. ഫിലിപ്പി ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 3:20 നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. ഫിലിപ്പിയരോട് അതിനുശേഷം പൗലോസ് പറയുന്നുണ്ട്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നിങ്ങൾ ഇപ്പോൾ റോമൻ പൗരന്മാരാണ് എങ്കിലും യഥാർത്ഥ നിങ്ങളുടെ പൗരത്വം എന്നുള്ളത് സ്വർഗത്തിലാണ്. സ്വർഗീയ പൗരന്മാരാണ് നിങ്ങൾ. അതുകൊണ്ട് ആ പൗരത്വത്തിൻ്റെ നിലവാരമനുസരിച്ച് ജീവിക്കണം, പെരുമാറണം എന്നുള്ളതാണ് പൗലോസ് അവരോട് ആവശ്യപ്പെടുന്നത്. ഇന്ത്യക്കാരനാണ് എങ്കിൽ വിദേശത്ത് താമസിക്കുമ്പോൾ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നവരാണ് എന്നുള്ളതാണ്. ഇന്ത്യക്ക് മാനക്കേടുണ്ടാക്കുന്ന തരത്തിൽ, അപമാനം വരുത്തുന്ന തരത്തിൽ, ഇന്ത്യയുടെ നിലവാരം താഴ്ത്തിക്കളയുന്ന തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധ്യതയില്ല. ഞാനൊരിക്കൽ ഇങ്ങനെ വേറെ രാജ്യത്ത് ജർമ്മനിയിൽ പോയപ്പോൾ അവിടെ മെട്രോ ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ കുറേ ഇന്ത്യക്കാർ ഭജന പാടുകയാണ്. ട്രെയിനിൻ്റെ അകത്തിരുന്നുകൊണ്ട് പാത്രമൊക്കെ ഇങ്ങനെ ചിലമിലൊന്ന് കൊട്ടിക്കൊണ്ട് ഭജന പാടി ഒരു 10-15 പേര് പോവുകയാണ്. എന്തൊരു അപമാനമാണ്! ബാക്കിയുള്ളവരൊക്കെ ചെവി പൊത്തി ഇന്ത്യൻസിനെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊരു അപമാനമാണ്! അതുപോലെ സ്വർഗീയ പൗരന്മാർ എന്നുള്ള നിലയിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എത്രയോ ശ്രദ്ധയോടുകൂടിയ, നാം ആരാണ് എന്നുള്ള എത്രയോ വലിയ ശ്രദ്ധയോടുകൂടിയതായ ജീവിതം നമ്മൾ ജീവിക്കണം. കർത്താവിനെ പ്രതിനിധീകരിക്കുന്നവരായിട്ട്, കർത്താവിനെ അങ്ങനെ പ്രദർശിപ്പിക്കുന്നവരായിട്ട്, സുവിശേഷത്തിന് മഹത്വം കൊടുക്കുന്ന നിലവാരത്തിൽ നാം ജീവിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ യോഗ്യമാമണ്ണം എന്ന് പറയുന്ന വാക്കും അവിടെ ആക്സിയോസ് എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തുലാസ്. ഒരു തട്ടിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷവും മറുതട്ടിൽ നമ്മുടെ ജീവിതവും വെച്ചാൽ
ഏത് തരത്തിൽ അത് നിൽക്കും? നമുക്ക് ഈ നിലയിൽ പോയാൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും, സുവിശേഷവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം താന്ന് തന്നെ ഇരിക്കും, നമ്മൾ പൊങ്ങിപ്പോകും. എന്നാൽ പൗലോസ് ഇവിടെ പറയുകയാണ്, സുവിശേഷത്തിന് യോഗ്യമാവണ്ണം ലെവലായി നമ്മൾ പറയുന്നതും നമ്മൾ പഠിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും ആയ ഈ ദൈവത്തിൻ്റെ വചനത്തിന് യോഗ്യമായ, സുവിശേഷത്തിന് യോഗ്യമായ ഒരു ജീവിതം ജീവിക്കണം. ഇതാണ് പൗലോസ് നമ്മളോട് പറയുന്നതായിരിക്കുന്ന കാര്യം. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു. നമ്മുടെ ജീവിതം എങ്ങനെ ജീവിക്കുന്നു എന്നത് നമ്മുടെ പൗരത്വം എവിടെയാണെന്ന് ഈ ലോകത്തിൽ വെളിപ്പെടുത്തുന്നതായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തെ സുവിശേഷം സ്പർശിച്ചു എന്നതിന് തെളിവാണ് കർത്താവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണമുള്ള ജീവിതം. നമ്മുടെ ജീവിതത്തെ സുവിശേഷം സ്പർശിച്ചു, സുവിശേഷം നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം നമുക്ക് പരിശോധിക്കാം. ഒരു സുവിശേഷം നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ? സ്വാധീനിച്ചു എങ്കിൽ സുവിശേഷവും നമ്മുടെ ജീവിതവും തമ്മിൽ പൊരുത്തപ്പെടും. പിന്നീട് താഴേക്ക് വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് എങ്ങനെയാണ്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. സുവിശേഷത്തിന് യോഗ്യമാവണ്ണമുള്ള ജീവിതം, അതേക്കുറിച്ച് പൗലോസ് ഇതിൽ നിന്ന് 3 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട് പൗലോസ് പറയുന്നത് ഐക്യതയിലുള്ള നടപ്പ് എന്നുള്ളത് സുവിശേഷത്തിന് യോഗ്യമാവണ്ണമുള്ള നടപ്പാണ് എന്നുള്ളതാണ്. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ. ഇത് മലയാളത്തിൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, നമുക്ക് ഇംഗ്ലീഷിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏകാത്മാവിനാൽ ഏക മനസ്സോടെ ഫിലിപ്പിയ സഭ നിൽക്കണം എന്നാണ് പൗലോസ് പറയുന്നത്. യൂണിറ്റി, ഏകാത്മാവിൽ ഏക മനസ്സോടെ സുവിശേഷത്തിന് വേണ്ടി പോരാട്ടം കഴിക്കണം. ഫിലിപ്പിയിലെ സഭയ്ക്കാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത് നമുക്കറിയാം. ഒറ്റയ്ക്കുള്ള ഒരു ക്രിസ്തീയ ജീവിതം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാനും എൻ്റെ കർത്താവും തമ്മിലുള്ള ബന്ധം, അത് മതി. അങ്ങനെയല്ല, സഭ എന്നത് കർത്താവിൻ്റെ പദ്ധതിയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. കർത്താവ് രക്തം കൊടുത്ത് സമ്പാദിച്ച സഭ, സഭയ്ക്ക് പ്രാധാന്യമുണ്ട്. ഒറ്റയ്ക്ക് നിന്നുള്ള ഒരു ക്രിസ്തീയ ജീവിതമല്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം. ചർച്ച് ഒരു വലിയ അനുഗ്രഹമാണ്, കൂട്ടായ്മ വലിയൊരു അനുഗ്രഹമാണ്. അത് വെറുതെയല്ല, അത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ പദ്ധതിയാണ്. അതിന് പ്രാധാന്യമുണ്ട്. ഇവിടെ പറയുന്നത് ഏത് സാഹചര്യത്തിലും സഭ ഐക്യത്തോടെ, യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഐക്യതയോടെ നിൽക്കണം എന്നുള്ള നിലയിലാണ്. അത് എത്രയോ അനുഗ്രഹമാണ്. ഒരുമിച്ച് നിൽക്കുന്നത് അനുഗ്രഹമാണ്. ഭിന്നിച്ചു പോയാൽ സഭയെന്നല്ല ഏത് പ്രസ്ഥാനവും തകർന്നു പോകുമെന്ന് നമുക്കറിയാം. കുടുംബങ്ങൾ തകർന്നു പോകും ഭിന്നിച്ചു പോയാൽ. അപ്പോൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ ഉറച്ചു നിൽക്കേണ്ടതിന് പൗലോസ് പറയുകയാണ്, ഇതാണ് യോഗ്യമായ സുവിശേഷത്തിന് യോഗ്യമായുള്ള നടപ്പ്. സഭ ഒരുമിച്ച് ഐക്യതയോടുകൂടെ മുൻപോട്ട് പോകണം എന്നുള്ളതാണ്. സഭാപ്രസംഗി 4-ാമത്തെ അധ്യായത്തിൽ ശലോമോൻ പറയുന്നുണ്ട്, ഐക്യതയെക്കുറിച്ച്, ഒന്നിച്ചു നിന്നാലുള്ള നന്മയെക്കുറിച്ച് ശലോമോൻ പറയുന്നുണ്ട്. ആ വാക്യം ഒന്ന് വായിക്കാം. 4:9 മുതൽ 12 വരെയുള്ള വാക്യമാണ്. ഒരുവനേക്കാൾ 20 ഏറെ നല്ലത്, അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു. വീണാൽ ഒരുവൻ മറ്റേവനെ എഴുന്നേൽപ്പിക്കും. ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിപ്പാൻ ആരുമില്ലായകൊണ്ട് അവൻ അയ്യോ കഷ്ടം. 2 പേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് കുളിർ മാറും. ഒരുത്തൻ തന്നെ ആയാലോ എങ്ങനെ കുളിർ മാറും? ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ 2 പേർക്ക് അവനോട് എതിർത്ത് നിൽക്കാം. മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോവുകയില്ല. യൂണിറ്റിക്ക് പ്രാധാന്യമുണ്ട്. സഭയുടെ ഐക്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഐക്യത തകർക്കുന്ന എന്താണ്? തിയോളജിയിലുള്ള വലിയ ഭിന്നിപ്പൊന്നുമല്ല, അഭിപ്രായ വ്യത്യാസവുമല്ല. നമ്മുടെ ഐക്യത നടക്കുന്നത് ചെറിയ ചെറിയ പിണക്കങ്ങൾ, ചെറിയ ചെറിയ സംസാരത്തിൽ വരുന്ന തെറ്റുകൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ. അയ്യോ എന്ത് കഷ്ടമാണ് സഭ ഭിന്നിച്ചു പോകാനുള്ള കാര്യം. തിയോളജിക്കലി ഉള്ളതായിരിക്കുന്ന ആ വലിയ വലിയ വ്യത്യാസങ്ങൾ കൊണ്ടൊന്നുമല്ല നമ്മുടെ ചെറിയ ചെറിയ ഭിന്നിപ്പുകൾ വരുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ്.
എന്നോട് മോശമായി രണ്ട് വാക്കുകൾ പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ പരിഗണിച്ചില്ല, എനിക്ക് പ്രാധാന്യം നൽകിയില്ല. ഇതൊക്കെയല്ലേ നമ്മുടെ വഴക്കിന് കാരണം, നമ്മുടെ ഐക്യത നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം. എത്രയോ സങ്കടമാണല്ലേ. ഐക്യതയോടെ നിൽക്കുന്ന ശലോമോൻ പറഞ്ഞതുപോലെ മുപ്പിരിച്ചരട് പെട്ടെന്ന് അറ്റുപോവുകയില്ല. സഭ ഐക്യതയോടെ നിൽക്കുന്നത് എത്ര സൗന്ദര്യമാണ്, എത്ര അനുഗ്രഹമാണ്. ആദിമ നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പസ്തോല പ്രവർത്തികൾ 2-ാമത്തെ അധ്യായത്തിൻ്റെ 44 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ എല്ലാവരും, എത്രയോ മനോഹരമായിരിക്കുന്ന സഭയുടെ ഒരു മാതൃകയാണ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്നെണ്ണുകയും ജന്മഭൂമികളും വസ്തുവകകളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർത്തു. ഇത് നമുക്ക് സാധിക്കുന്ന കാര്യം, നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ്. എല്ലാം വിറ്റ് കൊടുക്കാനൊന്നുമല്ല, അതൊന്നും വേണ്ട, അത്രയുമൊന്നും വേണ്ട. എന്നാൽ പരസ്പരം ക്ഷമിക്കാൻ, പരസ്പരം സ്നേഹിക്കാൻ, മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ ദുഃഖിക്കാൻ, മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ചെറിയ പിണക്കങ്ങളും ചെറിയ തെറ്റിദ്ധാരണയും വലിയ ഭിന്നിപ്പിലേക്ക് കടന്നു പോകും. ആദ്യം പറഞ്ഞതുപോലെ ഉറച്ചു നിൽക്കണമെങ്കിൽ, പ്രതികൂലങ്ങളുടെ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ സുവിശേഷത്തിന് വേണ്ടി ഉറച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് ഐക്യതയിൽ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന കാര്യമുണ്ട്. ഏകാത്മാവിൽ നിലനിന്ന്, പരിശുദ്ധാത്മാവിലുള്ള ഐക്യം, ഒരേ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ, ഒരേ ലക്ഷ്യത്തിനു വേണ്ടി മുൻപോട്ട് പോകുന്നവർ. ഇവിടെ നിലനിന്ന് എന്ന് പറയുന്നത് ഒരു ആർമി ടേമാണ്. സൈനികരെ പോലെ ശത്രുവിനെതിരെ സൈനികർ തോളോട് തോൾ ചേർന്ന് ഉറച്ചു നിന്ന് ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കുകയില്ല എന്നുള്ള നിലയിൽ ശത്രുവിനെതിരെ ഉറച്ചു നിൽക്കുന്നത് പോലെ ഏകാത്മാവിനാൽ നിലനിന്ന് ഐക്യത, ഏക മനസ്സോടെ ഒരേ ഹൃദയം, പരസ്പരം അറിയാം. പറയാതെ തന്നെ മറ്റുള്ളവരുടെ ഹൃദയം നമുക്ക് അറിയാം, അവരുടെ വേദന അറിയാം. ലക്ഷ്യമൊന്ന്, ഏക മനസ്സ്. അത് ഒരു സ്പോർട്സ് ടൈമാണ്. ഫുട്ബോൾ കളിക്കാർ ഉദാഹരണമായിട്ട് പറയാം. ഫുട്ബോൾ കളിക്കുന്നവർ ഒരേ മനസ്സോടെ കളിച്ചില്ല എങ്കിൽ വിജയിക്കുകയില്ല. പരസ്പരം പന്ത് പാസ് ചെയ്ത് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി വിജയിക്കണം, ഗോൾ അടിക്കണം എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് കളിക്കുമ്പോഴാണ് അവർക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കുക. ഒരാൾ ചിന്തിക്കുന്നു, എനിക്ക് തന്നെ ഗോൾ അടിക്കണം, ഞാൻ പന്ത് പാസ് ചെയ്യുകയില്ല, അസൂയ വന്നാലോ ആ ടീം വിജയിക്കുമോ? അങ്ങനെയല്ല. ഒരേ ആത്മാവിനാൽ ഏക മനസ്സോടെ ഒരുമിച്ച് നിന്ന് പോരാട്ടം കഴിക്കേണ്ട ഒരു സമയമാണ് നമ്മുടെ ഇനിയുള്ള സമയം. സുവിശേഷത്തിനായി പോരാട്ടം കഴിക്കുന്നു, സൈനികരെ പോലെ ഉറച്ചു നിന്ന് ഏക മനസ്സോടെ. നമ്മുടെയൊക്കെ എല്ലാവരുടെയും സ്വഭാവ രീതികൾ വ്യത്യാസമാണ്, സാഹചര്യങ്ങൾ വ്യത്യാസമാണ്. എന്നാൽ നമ്മളെ ഒരുമിപ്പിക്കുന്നതായ ഒരു കാര്യമുണ്ട്, അത് സുവിശേഷമാണ്. നമ്മളൊക്കെ വ്യത്യസ്തരാണ്. ഐക്യതയ്ക്ക് തടസ്സം നിൽക്കുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ സ്വഭാവ രീതികളിലുണ്ട്. എന്നാൽ നമ്മെ ഒരുമിപ്പിക്കുന്നതായ കാര്യമെന്നുള്ളത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ആ സ്നേഹമാണ് നമ്മളെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഐക്യതയോടെ നിൽക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളെ ഭിന്നിപ്പിക്കുന്നതായ, തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും നമുക്കില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ അത് വലുതാക്കി വലിയ പ്രശ്നത്തിലേക്ക് കടന്നു പോകാതെ ഐക്യതയോടെ, ഏക മനസ്സോടെ, ഏകാത്മാവിനാൽ ഒരുമിച്ച് നിന്ന്, പട്ടാളക്കാർ ഒരുമിച്ച് നിൽക്കുന്നത് ഒരു ഇഞ്ച് പോലും ഞാൻ വിട്ടുകൊടുക്കുകയില്ല, മരിച്ചു വീണാലും എന്നുള്ള നിലയിൽ തോളോട് തോൾ ചേർന്ന് ശത്രുവിനെതിരെ നിൽക്കുന്നത് പോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നിൽക്കണം. അത് എത്രയോ അനുഗ്രഹീതമായ കാര്യമാണ്. വലിയ പോരാട്ടം നമുക്ക് മുമ്പിലുണ്ട്. ചെറിയ വഴക്കും ചെറിയ ഉത്കണ്ഠയുമൊക്കെ ഈ വലിയ പോരാട്ടത്തിൻ്റെ മുമ്പിൽ എത്രയോ ചെറുതാണ്. സ്പെയിനിൽ സിവിൽ വാർ നടക്കുന്ന സമയം, അതിനു മുമ്പ് ബാഴ്സലോണയിൽ
ഒരുപാട് മാനസിക രോഗത്തിന് വേണ്ടിയിട്ടുള്ള ക്ലിനിക്കുകളുണ്ടായിരുന്നു. അവിടെയുള്ള സ്ത്രീകൾ, യൂറോപ്പിൽ ഏറ്റവും അധികം ഞാനിങ്ങനെ വായിച്ച അവിടെയാണ്, സ്പെയിനിലെ ബാഴ്സലോണയിലും മാഡ്രിഡിലുമൊക്കെയാണ് മാനസിക രോഗത്തിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ക്ലിനിക്കുകൾ ഒരുപാടുണ്ടായിരുന്നത്. അവിടെയുള്ള സ്ത്രീകൾക്ക് എപ്പോഴും ഭയങ്കര ഉത്കണ്ഠയായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ക്ലിനിക്കുകളിൽ പോകും, ക്ലിനിക്കുകൾ എപ്പോഴും നിറഞ്ഞിരിക്കും. എന്നാൽ സ്പെയിനിൽ സിവിൽ വാർ ആരംഭിച്ചു. ഒറ്റ ദിവസം കൊണ്ട് ഈ ക്ലിനിക്കുകളൊക്കെ അടച്ചുപൂട്ടി. അവരുടെ മക്കൾ യുദ്ധത്തിലാണ്, ഭർത്താവ് യുദ്ധമുഖത്താണ്. വലിയ ഉത്കണ്ഠയുടെ മുമ്പിൽ ചെറിയ ഉത്കണ്ഠകളൊന്നും അവർക്ക് സാരമായിട്ട് അവർക്ക് തോന്നിയില്ല. മക്കൾ, ഭർത്താവ്, പിതാവ് യുദ്ധമുഖത്താണ്. അതിൻ്റെ ആ വലിയ ഉത്കണ്ഠയിൽ അവരുടെ ചെറിയ ചെറിയ ഉത്കണ്ഠകളൊക്കെ, മാനസിക സമ്മർദ്ദമൊക്കെ, പ്രശ്നങ്ങളൊക്കെ അവർക്ക് എത്രയോ ചെറുതായിട്ട് തോന്നി. ഞാൻ പറയട്ടെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ വലിയൊരു ഉത്കണ്ഠയുണ്ട്. സുവിശേഷത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുക, സുവിശേഷത്തിന് വേണ്ടി പോരാട്ടം കഴിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നമ്മുടെ ഈ ചെറിയ ചെറിയ പിണക്കങ്ങളും ഈ ചെറിയ ചെറിയ ഉത്കണ്ഠയും ഒക്കെ അതിൻ്റെ മുമ്പിൽ എത്രയോ ചെറുതാണ്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, നീറോ ചക്രവർത്തിയുടെ പീഡനം വന്നാലും നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് ഐക്യതയുള്ളവരായി നിൽക്കണം എന്നുള്ള നിലയിൽ. ഇവിടെ ഫിലിപ്പിയർക്ക് എഴുതിയ 1-ാം അധ്യായത്തിൽ തന്നെ ഇവിടെ പറയുന്നത് ഒരു പോരാളികളോട് പറയുന്നത് പോലെയാണ്, പോരാട്ടം എന്നുള്ള നിലയിലാണ്. ഒന്നാമത്തെ വാക്യത്തിൽ അവരെ അഭിസംബോധന ചെയ്യുന്നത് വിശുദ്ധന്മാർ എന്നാണ്. പിന്നീട് അവരോട് പറയുന്നത് നിങ്ങൾ വേലക്കാർ എന്നുള്ള നിലയിലാണ്. ഇവിടെ പൗലോസ് അവരോട് പറയുന്നത് നിങ്ങൾ ഒരു പോരാട്ടം കഴിക്കുന്നവർ എന്നുള്ള നിലയിലാണ്. അതുകൊണ്ട് വലിയ 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 പോരാട്ടം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ചെറിയ ചെറിയ ഭിന്നതകളൊക്കെ നീക്കി വെച്ചുകൊണ്ട് സൈനികരെ പോലെ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ടീമിനെ പോലെ ഒരുമിച്ച് നിന്ന് ഏക മനസ്സോടെ കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി നമുക്ക് പോരാട്ടം കഴിക്കാം. ഇങ്ങനെയുള്ള ഐക്യതയിലുള്ള നടപ്പാണ് സുവിശേഷത്തിന് യോഗ്യമാമണ്ണമുള്ള നടപ്പ്. രണ്ടാമതായിട്ട് ഇവിടെ പൗലോസ് പറയുന്നത് ധീരതയോടെയുള്ള നടപ്പ് എന്നുള്ളതാണ്. ധീരതയോടെയുള്ള നടപ്പ് അത് സുവിശേഷത്തിന് യോഗ്യമായ നിലയിലുള്ള നടപ്പാണ്. ഇവിടെ പറയുന്നത് ഏകാത്മാവിനാൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ, ഭയന്നു പോകാതെ. ചില കുതിരകളുണ്ട്, യുദ്ധത്തിന് കൊണ്ടുപോകാൻ പറ്റാത്ത കുതിരകൾ, ചെറിയ ചെറിയ ശബ്ദത്തിൽ ഭയന്ന് ചാടുന്ന കുതിരകൾ. അവയെ യുദ്ധത്തിന് കൊള്ളില്ല. അതിന് പറയുന്നത് ബാറ്റിൽ ഷൈ ഹോഴ്സ് എന്നാണ്, യുദ്ധത്തിന് കൊള്ളാത്ത കുതിരകൾ. അതുപോലെ ഭയക്കുന്ന വിശ്വാസി അത് ഐക്യതയ്ക്ക് തടസ്സമുള്ള വിശ്വാസിയാണ്. കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കാൻ ഭയമുള്ള വിശ്വാസികൾ അങ്ങനെ പാടില്ല. ഇവിടെ ഫിലിപ്പിയ സഭയ്ക്ക് ഭയത്തിന് കാരണമുണ്ട്. കാരണം പൗലോസ് ജയിലിലാണ്, വലിയ പീഡനം ആരംഭിക്കാനായിട്ട് പോകുന്നു, പ്രതികൂലങ്ങൾ അനവധിയുണ്ട്. അവരോട് പൗലോസ് പറയുന്നത് ധീരതയോടുകൂടെ ശത്രുവിനെതിരെ നിൽക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഭയം എന്താ? ഇങ്ങനെയുള്ള ഭയമൊന്നും നമുക്കില്ല കേട്ടോ. സുവിശേഷം പറഞ്ഞാൽ ഇപ്പോൾ കൊല്ലുമെന്നുള്ള ഭയമില്ല. നീറോ ചക്രവർത്തിയുടെ കാലത്തെ പീഡനമില്ല, ആദ്യമ നൂറ്റാണ്ടിലെ പോലെ പീഡനമില്ല. വഴക്കിൻ്റെയിലൊക്കെ പീഡനം ഉണ്ടാകാം, നമുക്കങ്ങനെയില്ല. എന്നാൽ നമുക്കും ധീരതയോടുകൂടെ നിൽക്കേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ട്. നമ്മുടെ ഭയം എന്താ? നമ്മുടെ ഭയം എന്താ? സുവിശേഷത്തിന് വേണ്ടി നിൽക്കാൻ നമുക്ക് എന്തുകൊണ്ടാണ് ഭയം? നമ്മുടെ ഭയം മനുഷ്യരെന്ത് ചിന്തിക്കും, അല്ലേ? ഈ സുവിശേഷം, ഈ കറുത്ത പുസ്തകവുമായിട്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുവാനായിട്ട് നമുക്ക് ഭയമല്ല, നമുക്ക് നാണമാണ്. ചില സാഹചര്യങ്ങൾ സുവിശേഷം പറയാനായിട്ട് നമ്മൾ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? ചിലരോടെല്ലാം പറയാനായിട്ട്, എന്നെ ഉദ്ദേശിച്ച് തന്നെ പറയുകയാണ്, ചില സാഹചര്യങ്ങളിൽ എന്തുകൊണ്ടാണ് ചിലരോടൊക്കെ സുവിശേഷം പറയാനായിട്ട് നമ്മൾ ഭയക്കുന്നത്? ചില അടുത്ത ബന്ധത്തിൽ അവൻ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, എന്ത് കരുതും? ഞാൻ ഇവിടെയുള്ള കോണ്ടക്സ്റ്റിൽ പറയുകയാണ്. ഇവിടെ പൗലോസ് പറയുന്നത് ശത്രുവിനെതിരെയുള്ള പോരാട്ടത്തിൽ ധൈര്യത്തോടെ നിൽക്കണം എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഭയം ആരാണ്? എവിടെയാണ് നമ്മുടെ ഭയം? ഇതൊക്കെയാണ് നമ്മുടെ ഭയം. എന്നാൽ ധീരതയോടെയുള്ള ജീവിതമാണ്, ധീരതയോടുകൂടിയ നടപ്പാണ് സുവിശേഷത്തിന് യോഗ്യമാമണ്ണമുള്ള നടപ്പ്.
ISISകാർ, ഞാനിങ്ങനെ ഒരു പഴയ വീഡിയോ കണ്ടു. ISISകാർ 9 പേരെ നിരക്ക് നിർത്തിയിട്ട് കഴുത്ത് വെട്ടിക്കൊല്ലുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പഴയൊരു വീഡിയോയാണ്. ഞാൻ ചിന്തിക്കുക, എങ്ങനെയാണ് അവർക്ക് ആ ധൈര്യം കിട്ടിയത്? കർത്താവിനെ തള്ളിപ്പറഞ്ഞോ രക്ഷ, ഇല്ലെങ്കിൽ കഴുത്ത് വെട്ടും. ഇത് അവരുടേതായിരിക്കുന്ന ശക്തിയിലല്ല കേട്ടോ. ധീരതയോടുകൂടി നിൽക്കാനായിട്ട് നമ്മെ ശക്തിപ്പെടുത്തുന്നത് ദൈവം തന്നെയാണ്, സ്വന്തം ശക്തിയിലല്ല. അതിന് നമുക്ക് കഴിയുകയുമില്ല. ദൈവം ശക്തിപ്പെടുത്തുന്നത് തന്നെയാണ്. ഞാനും ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ കഴുത്ത് വെട്ടാനായിട്ട് അങ്ങനെ വാളുമായിട്ട് നിന്നാൽ കർത്താവിനെ തള്ളിപ്പറയുമോ ഇല്ലയോ എന്ന്. ദൈവം ശക്തിപ്പെടുത്താതെ ആർക്ക് നിൽക്കാനായിട്ട് കഴിയും? അതാണ് ഇവിടെ പിന്നീട് പറയുമ്പോൾ, ഇത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരു അടയാളമാകുന്നു. ഇങ്ങനെ ധൈര്യത്തോടെ നിൽക്കുന്നതാണ് നമ്മുടെ രക്ഷയ്ക്ക് അടയാളം. ദൈവം നമ്മെ ശക്തിപ്പെടുത്തി വലിയ പ്രതികൂലങ്ങളുടെ മുമ്പിൽ മരണഭയമില്ലാതെ നിൽക്കുന്നതാണ് നാം രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. കർത്താവിനെ നോക്കിക്കഴിഞ്ഞാൽ, കർത്താവിനെ പിടിക്കാനായിട്ട് ഗെത്സമനെ തോട്ടത്തിൽ വന്നപ്പോൾ കർത്താവ് ആരെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനാകുന്നു എന്ന് കർത്താവ് ധൈര്യത്തോടെ പറഞ്ഞു. സ്റ്റെഫാനോസിനെ നോക്കിയാലും അറിയാം, സുവിശേഷം പറഞ്ഞുകൊണ്ട് കല്ലേറുകൊണ്ട് മരിച്ചു വീണു. പത്രോസിൻ്റെ ചരിത്രം, കർത്താവിനെ ഒരു ബലഹീനയായ സ്ത്രീയുടെ മുമ്പിൽ തള്ളിപ്പറഞ്ഞ പത്രോസ്. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, നിങ്ങൾ ക്രൂശിച്ചവനായ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് യഹൂദൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് മരണഭയം കൂടാതെ സുവിശേഷം പ്രസംഗിച്ച പത്രോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഫലമായിട്ട് അവർ ചോദിച്ചു, ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവർ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്. ആയിരങ്ങൾ കർത്താവിൽ വിശ്വസിക്കാനായിട്ട് ഇടയായി. ഒരാളുടെ ധൈര്യം ചരിത്രത്തെ മാറ്റിമറിക്കുന്നതാണ്. ഒരാളുടെ സുവിശേഷത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന, പ്രതികൂലങ്ങളുടെ നടുവിൽ സുവിശേഷത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന ഒരാളുടെ ധീരത ചരിത്രത്തെ മാറ്റിമറിക്കും. സ്റ്റെഫാനോസിനെ നമ്മൾ കണ്ടു, പത്രോസിനെ കണ്ടു. കൊളോസിയം, റോമിലെ കൊളോസിയത്തിൽ മുൻപ് നടന്ന ഗ്ലാഡിയേറ്റർ ഫൈറ്റിനെ കുറിച്ച് നമുക്കറിയാം. മൃഗങ്ങളുടെ മുമ്പിലേക്ക് ആളുകളെ ഇട്ടുകൊടുക്കും, മൃഗങ്ങൾ കടിച്ചു കീറി അങ്ങനെ ആളുകളെ കൊല്ലും. 2 ആളുകൾ തമ്മിൽ ഒരാൾ മരിക്കുന്നത് വരെ യുദ്ധം നടത്തി ആയിരങ്ങൾ അത് ചുറ്റും കണ്ടു നിന്നുകൊണ്ട് രസിക്കുന്ന, ഈ രക്തം ഒഴുകുന്നത് കണ്ട് രസിക്കുന്ന ക്രൂരമായ വിനോദമായിരുന്നു ആദ്യ നൂറ്റാണ്ടുകളിലൊക്കെ നടന്നത് റോമിലെ കൊളോസിയത്തിൽ. എന്നാൽ ഒരാളുടെ ധൈര്യം ഈ ഫൈറ്റ് നിൽക്കുവാനായിട്ട് ഇടയാക്കി. ടെലിമാക്കസ് എന്ന് പറയുന്ന ഒരു സിറിയൻ സന്യാസി ഇങ്ങനെ കൊളോസിയത്തിൽ ഈ യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോൾ കൊളോസിയത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ഈ ദുഷ്ട പരിപാടി നിർത്തുക എന്ന് പറഞ്ഞ് അനവധി പ്രാവശ്യം വിളിച്ചു പറഞ്ഞു. ചുറ്റുമിരുന്നവർക്ക് ഇതൊക്കെ അസ്വസ്ഥതയായി, അവരുടെ ആനന്ദം പോയി. യുദ്ധ പരിപാടി അവിടെ നിർത്തിവെച്ചു. ഓരോരുത്തരും പറഞ്ഞു, ഇവനെ എങ്ങനെ കൊല്ലണം? ചിലർ പറഞ്ഞു കല്ലെറിഞ്ഞു കൊല്ലാം, ചിലർ പറഞ്ഞു വെട്ടിക്കൊല്ലാം. കല്ലെറിഞ്ഞും വെട്ടിയും ടെലിമാക്കസിനെ ഗ്ലാഡിയേറ്റർ ആ സ്റ്റേഡിയത്തിൻ്റെ നടുവിൽ കൊന്നു. രക്തമൊഴി അവർ സന്തോഷിച്ചു. എന്നാൽ ചരിത്രം മാറി. ചില മാസങ്ങൾ കൊണ്ട് ഇത് അവിടെ വന്നിരുന്നവരുടെ ഹൃദയങ്ങളെ സ്വാധീനിച്ചു. 3-4 മാസങ്ങൾ കൊണ്ട് ഗ്ലാഡിയേറ്റോറിയൽ ഫൈറ്റ് നിർത്തൽ ചെയ്തു. ഒരാളുടെ ധൈര്യം ചരിത്രത്തെ മാറ്റിമറിച്ചു. ഒരു ഭയം കൂടാതെ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്ന, കർത്താവിൻ്റെ സുവിശേഷം അനുസരിച്ച് ജീവിക്കുന്ന ഒരാളുടെ ധൈര്യം ചെറുതല്ല. അത് ചരിത്രത്തെ മാറ്റുവാനായിട്ട് മതിയായതാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയാൽ മനുഷ്യൻ്റെ മുമ്പിൽ നിവർന്നു നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. മനുഷ്യൻ്റെ മുമ്പിൽ ഭയം കൂടാതെ നിവർന്നു നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ മുട്ടുകുത്തണം. ഒന്നാമതായിട്ട് പറഞ്ഞത് ഐക്യതയിലുള്ള നടപ്പ് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറഞ്ഞത് ധൈര്യത്തോടു കൂടിയ നടപ്പ്. മൂന്നാമതായിട്ട് പറയുന്നത് കഷ്ടത അനുഗ്രഹമായി എണ്ണുന്ന ക്രിസ്തീയ ജീവിതം. കഷ്ടത അനുഗ്രഹമായിട്ട് എണ്ണുന്ന ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും തെറ്റിദ്ധാരണയുണ്ട് കേട്ടോ. ക്രിസ്തീയ ജീവിതം കഷ്ടതയിൽ നിന്നൊക്കെ മോചനം പ്രാപിച്ചതാണ്. അതിന് നമ്മൾ പറയും അനുഗ്രഹത്തിൻ്റെ സുവിശേഷം എന്ന്. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതയില്ല എന്നുള്ളത് തെറ്റായ നിലപാടാണ്, തെറ്റായ കാര്യമാണ്. വചനത്തിൽ ചില വാക്യങ്ങൾ നിരവധി വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാം വാക്യം,
കർത്താവ് തന്നെ പറഞ്ഞു, എന്നെ ഉപദ്രവിച്ചെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 14:28. നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. 1 തെസ്സലോനിക്കർ 3:3. കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. കഷ്ടത എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിൽ അനിവാര്യമായ കാര്യമാണ്. കഷ്ടതയുണ്ട്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കഷ്ടതയും നീങ്ങിപ്പോയി, അല്ലെങ്കിൽ ഇന്നത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത് തെറ്റായ നിലപാടാണ്. ഇവിടെ പറയുന്ന വാക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇവിടെ 2 ഗിഫ്റ്റിനെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടി നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വരം നൽകിയിരിക്കുന്നു. അത് മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. വരം ഗിഫ്റ്റാണ്, ദാനമാണ്. എഫെസ്യ ലേഖനം 2:8 നമ്മൾക്കറിയാം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. രക്ഷ വരമാണ് എങ്കിൽ കഷ്ടതയും ഗിഫ്റ്റാണ്, വരമാണ്. അതോടൊപ്പം അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. രക്ഷ, കഷ്ടത. കഷ്ടത എന്ന് പറയുന്നത് കഷ്ടത തന്നെയാണ് കേട്ടോ. കഷ്ടതയെക്കുറിച്ച് പറഞ്ഞാൽ കഷ്ടത ദുഃഖമാണ്, സങ്കടമാണ്, എല്ലാമാണ്. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിനെ പ്രതി ശരിയായ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ കഷ്ടത അനുഭവിക്കുന്നത് എങ്കിൽ അത് അനുഗ്രഹമാണ്, അത് വരമാണ്, അനുഗ്രഹമാണ്. നമ്മൾ പറയും ഈ വരവൊന്നും വളരെ എളിമയോടുകൂടി പറയും. കർത്താവ് പറയുകയാണ് ഈ കഷ്ടത എന്ന് പറയുന്നത് നിങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, അയ്യോ ഈ വരവൊന്നും നമുക്ക് വേണ്ട, ഞങ്ങൾക്ക് ഈ വരം മറ്റാർക്കെങ്കിലും അനുഗ്രഹമല്ലേ, മറ്റാർക്കെങ്കിലും കൊടുത്തോ. നമുക്ക് വേണ്ടത് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ഭൗതികമായിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് മതി എന്ന് പറയാനാണ് സാധ്യത കൂടുതൽ. എന്നാൽ രക്ഷിക്കപ്പെട്ടവർക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് അങ്ങനെയാണ്. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ഈ വരം എന്ന് പറയുന്നത് അനുഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിനെ അറിയാനായിട്ട് കൂടുതൽ ഇടയാകും. കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മുടെ സമീപത്ത് നമ്മെ ആശ്വസിപ്പിക്കുന്നത് മനസ്സിലാക്കാൻ ഇടയാകുന്നത് കഷ്ടതയും പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴല്ലേ. കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ കരുതൽ, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയുന്നത് അതോ അനുഗ്രഹത്തിൻ്റെ നടുവിലാണോ? അല്ല എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. കഷ്ടതയുടെ നടുവിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മോട് അടുത്തിരിക്കുന്ന, നമ്മെ കരുതുന്ന കർത്താവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ സാമീപ്യം അനുഭവിക്കാൻ കഷ്ടത സഹായകമായിരിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ തഴമ്പിച്ചു പോയ ഹൃദയങ്ങളെ മൃദുവാക്കാൻ, കഠിനപ്പെട്ടു പോയ നമ്മുടെ സ്വഭാവവും ഹൃദയവുമൊക്കെ ആർദ്രതയുള്ളതാക്കാനായിട്ട് കഷ്ടത നമുക്ക് സഹായകമാണ്. നമ്മളിങ്ങനെ പാടും, കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീർന്നിടും ഞാൻ. ശരിയാണോ? ശരിയാണ്. കഷ്ടനഷ്ടങ്ങൾ വരുമ്പോൾ പാട്ടുകാരൻ പറയുന്ന ഭാഗ്യമാണ് കഷ്ടമേറ്റ കർത്താവിനോട് കൂട്ടാളിയായി തീരുന്നു എന്നുള്ളതാണ്. പത്രോസിൻ്റെ 1 പത്രോസ് 1:7 ഇങ്ങനെയാണ് പറയുന്നത്, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും മാനത്തിനും തേജസ്സിനുമാകാൻ ഇടവരും. കഷ്ടത അന്ത്യത്തിൽ കർത്താവിന് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടത അന്ത്യത്തിൽ തേജസ്സിനും മാനത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് തീരുവാനായിട്ട് ഇടയാകും. ഇതാണ് പത്രോസ് പറയുന്നതും ഇതേ ഒരു കോണ്ടക്സ്റ്റിലാണ്. വലിയ കഷ്ടതയിലൂടെ 1 പത്രോസ് വായിച്ചതിൻ്റെ ബുക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 1 പത്രോസിലെ വലിയ കഷ്ടതയിലൂടെ, അഗ്നിശോധനയിലൂടെ കടന്നു പോകുന്ന അവരോട് പത്രോസ് പറയുന്നതാണ്, ഈ കഷ്ടത തേജസ്സിനും മാനത്തിനും പുകഴ്ചയ്ക്കുമൊക്കെ ആയി തീരുവാനായിട്ട് ഇടവരും. സ്വർണം ഉരുക്കുന്നത് പോലെ ഉരുക്കി ഒരു വിശ്വാസി കഷ്ടതയിലൂടെ കടന്ന് വന്ന് അങ്ങനെ തിളങ്ങി നിൽക്കുന്നത് എത്രയോ അനുഗ്രഹമാണ്. കഷ്ടതയില്ലെങ്കിൽ ഇതൊക്കെ സാധിക്കുമോ?
മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ നമുക്ക് അറിയാവുന്ന വാക്യങ്ങളാണ്. എന്നെ പ്രതി നിങ്ങളെ പഴിക്കുമ്പോൾ ഭാഗ്യവാന്മാർ എന്ന് പറയുവിൻ, സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതാകൊണ്ട് നിങ്ങൾ സന്തോഷിപ്പീൻ. കർത്താവിന് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടത അനുഗ്രഹമാണ്. കഷ്ടത പ്രയാസമാണ്. എന്നാൽ ശരിയായ കാര്യത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, സുവിശേഷത്തിന് യോഗ്യമാമണ്ണം നടന്നുകൊണ്ട് കർത്താവിന് വേണ്ടി അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടതകളുമൊക്കെ അത് ഏറ്റവും അനുഗ്രഹമാണ്, അത് നന്മയ്ക്കാണ് എന്നാണ് പൗലോസ് ഇവിടെ ഫിലിപ്പിയരോട് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരും. നമ്മുടെ ജീവിതത്തിലൊക്കെ കഷ്ടത ധാരാളം. അങ്ങനെ ജീവിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരും. എന്നാൽ അതിനെക്കുറിച്ച് സങ്കടപ്പെടേണ്ട കാര്യമില്ല. അത് നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായിട്ട് തീരും. തേജസ്സിനും മാനത്തിനും പുകഴ്ചയ്ക്കുമാക്കി ദൈവം മാറ്റും എന്നുള്ളതാണ് പൗലോസ് ഫിലിപ്പിയരോട് പറയുന്നത്. ഫിലിപ്പിയർ 3:10-11 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. പൗലോസിൻ്റെ മനോഭാവം നമുക്ക് കാണാനായിട്ട് കഴിയും. അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും പൗലോസിൻ്റെ ആഗ്രഹം, പൗലോസിൻ്റെ മനോഭാവം എന്താണ്? കർത്താവിൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവൻ്റെ കൂട്ടായ്മയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയണം. പൗലോസിൻ്റെ ആഗ്രഹം. അതിൻ്റെ അർത്ഥം ഇത് തന്നെയാണെന്ന് ഭാവിച്ചാൽ പറഞ്ഞു തരും കേട്ടോ. കഷ്ടത, കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നത് അനുഗ്രഹമായി കാണുന്ന ആളുകൾ നമ്മുടെ മുമ്പിൽ മാതൃകയായിട്ട് നമുക്കുണ്ട്. ചോളം നമുക്കറിയാം. ചോളം ഇങ്ങനെ കല്ല് പോലെ ഇരിക്കും. കടിക്കാനോ തിന്നാനോ ഒന്നും കഴിയുകയില്ല. എന്നാൽ ഈ ചോളം വളരെ വലിയ ചൂടിലൂടെ ഇങ്ങനെ കടത്തി വിട്ട് കഴിയുമ്പോൾ ആ ചൂടിൽ ഈ ചോളം അങ്ങനെ വികസിച്ച് മലരായി നല്ല നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ആഹാരമായിട്ട് തീരുന്നത് പോലെ നമ്മുടെ ജീവിതം ചില കഷ്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയി കഴിയുമ്പോൾ അങ്ങനെ കഷ്ടത നമ്മെ രൂപാന്തരപ്പെടുത്തി മറ്റു മനുഷ്യരുമായിട്ട് ഏറ്റവും യോജിക്കത്തക്ക നിലയിൽ നമ്മുടെ സ്വഭാവം മനോഹരമാക്കി, ഹൃദയകാഠിന്യം നീക്കി, ലാളിത്യമുള്ള ഹൃദയമാക്കി, മറ്റുള്ളവരുടെ കഷ്ടത മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഹൃദയം നമ്മുടെ ഉള്ളിൽ തന്ന് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതാണ് കഷ്ടത. അങ്ങനെയെങ്കിൽ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമല്ലേ? കഷ്ടത അനുഗ്രഹമായി എണ്ണുന്ന ക്രിസ്തീയ ജീവിതം, ഇത് സുവിശേഷത്തിന് യോഗ്യമാമണ്ണമുള്ള നടപ്പാണ്. പൗലോസ് പിന്നീട് 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾ എങ്കിൽ കണ്ടതും ഇപ്പോൾ എന്നെക്കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം നിങ്ങൾക്കുമുണ്ടല്ലോ. നിങ്ങൾക്കിത് മനസ്സിലായില്ല എങ്കിൽ പൗലോസ് പറയുന്നത് എന്നെ നോക്ക് എന്നുള്ളതാണ്. പൗലോസ് ജയിലിലാണ്. പൗലോസ് തൻ്റെ കഷ്ടതയെക്കുറിച്ച് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത് നമുക്ക് അറിയാം. എത്രയോ വലിയ കഷ്ടതയിലൂടെ പൗലോസ് കടന്നുപോയി. പലവട്ടം പട്ടിണി, കോലാലുള്ള അടി, കടലിലുള്ള ആപത്ത്, കരയിലുള്ള ആപത്ത്, അങ്ങനെ ഒരു വലിയ ലിസ്റ്റാണ് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പൗലോസ് ഇവിടെ പറയാണ്, നിങ്ങൾ എങ്കിൽ കണ്ടതും ഇപ്പോൾ എന്നെക്കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം നിങ്ങൾക്കുമുണ്ടല്ലോ. നിങ്ങൾക്ക് കഷ്ടതയെക്കുറിച്ച് അങ്ങനെ വല്ലോ സംശയമുണ്ട് എങ്കിൽ എന്നെ നോക്ക്. പല ദൈവഭക്തന്മാരായ ആളുകളും നമ്മളോട് പറയുന്ന കാര്യമാണ്. കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിച്ച, കർത്താവിന് വേണ്ടി മരിച്ച ചരിത്രത്തിലുള്ള പല ദൈവഭക്തന്മാരായ ആളുകളും നമ്മളോട് പറയുന്ന കാര്യമാണ്. കഷ്ടത എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രയാസമാണ് എങ്കിൽ, അത് നിങ്ങൾക്ക് ആകുന്നില്ല എങ്കിൽ എന്നെ നിങ്ങൾ നോക്ക്. കഷ്ടത ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു നന്മയാണ്. അത് ശരിയായ കാര്യത്തെ പ്രതിയാണ് കഷ്ടത അനുഭവിക്കുന്നത് എങ്കിൽ. ദാനിയേലിനെ പോലെ മരണഭയമില്ലാതെ, ദാര്യാവേശ് രാജാവ് കൊല്ലുമെന്ന് പറഞ്ഞിട്ടും സിംഹക്കുഴിയിൽ വീഴാൻ മനസ്സോടുകൂടെ, കർത്താവിൻ്റെ ലോകത്തിൻ്റെ കൽപ്പന അനുസരിക്കാൻ മനസ്സില്ലാതെ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയതുപോലെ, വളരെ ഒരു വല്ലാത്ത ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ സുവിശേഷത്തിനെതിരായി, കർത്താവ് ദൈവമക്കൾക്ക് എതിരായി, കർത്താവിനെതിരായി ലോകം വളരെ അഗ്രസീവായി, സുവിശേഷം നമ്മൾ അഗ്രസീവായി പറയുന്നില്ല, ശത്രു വളരെ അഗ്രസീവായി സുവിശേഷത്തിനും സഭയ്ക്കും ദൈവമക്കൾക്കും എതിരെ അങ്ങനെ നിൽക്കുന്ന ഒരു കാലമാണ്. ആ സമയത്ത് നമ്മൾക്ക് ഉറച്ചു നിൽക്കണമെങ്കിൽ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കണം. ഈ നടപ്പ് എന്ന് പറയുന്നതാണ് ഐക്യതയിലുള്ള നടപ്പ്.
ഏക മനസ്സോടെ ഒരുമനപ്പെട്ട് ഏകാത്മാവിനാൽ ഒരേ ലക്ഷ്യത്തിനു വേണ്ടി പോരാട്ടം കഴിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. ഇത് ഭയം ഉള്ള ഒരു ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ധീരതയോടുകൂടിയ ഒരു ക്രിസ്തീയ ജീവിതമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പോരാട്ടം എന്നുള്ളത് നമുക്ക് ഈ കേരളത്തിൻ്റെ ഈ വളരെ ശാന്തമായ സുവിശേഷം പറയാൻ യാതൊരു പ്രയാസവുമില്ലാത്ത, ഒരെതിർപ്പുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ എതിർപ്പുകളിലൊക്കെ നമ്മൾ ഭയപ്പെട്ടു പോവുകയാണ്. ഒരാൾ തുറച്ചു നോക്കിയാൽ, ഒരാൾ വേണ്ട എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവരുടെ അവസ്ഥയോ? നോർത്ത് ഇന്ത്യയിലെ അവസ്ഥയോ? ഒരാൾ കൈ ചൂണ്ടിയാൽ ഭയപ്പെട്ടു പോകുന്ന. എന്നാൽ അങ്ങനെ ഭയപ്പെടുന്ന ഒരു ജീവിതം നമുക്ക് വേണ്ട. പൗലോസ് പറയുകയാണ്, സുവിശേഷത്തിന് വേണ്ടി പോരാട്ടം കഴിക്കുന്നവരായി. മറ്റ് ഭയം നമുക്കുണ്ട്. നമ്മുടെ അടുത്ത ചില ബന്ധുക്കൾക്ക് ഇന്നുവരെ നമ്മൾ വിശ്വാസികളാണെന്ന് അറിയാത്ത ബന്ധുക്കൾ നമുക്കില്ലേ? അത് ഏത് തരത്തിലുള്ള ക്രിസ്തീയ ജീവിതമാണ്? എന്തുകൊണ്ടാണ്? സമൂഹം നമ്മളെ ഒറ്റപ്പെടുത്തുമെന്നുള്ള ഭയം കൊണ്ട്. ഇന്നും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതൊരു ഭയമല്ലേ? ഭയം കൂടാതെ കർത്താവിനെ ഉയർത്തുന്നവരായി, സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നവരായി, ധീരതയോടെ നിൽക്കുന്നവരാണ് സുവിശേഷത്തിന് യോഗ്യമാവണ്ണമുള്ള ജീവിതം ജീവിക്കുന്നത്. മൂന്നാമതായി പറഞ്ഞത് കഷ്ടത സഹിക്കാൻ മനസ്സുള്ള, കഷ്ടത വിട്ട് ഓടുന്നവരല്ല, സുവിശേഷത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കാൻ മനസ്സുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ്. കഷ്ടത അത് അനുഗ്രഹമാണ്, രക്ഷ അനുഗ്രഹമാണ്. ആ രക്ഷ നമ്മൾ സ്വീകരിച്ചു, ദൈവത്തിൻ്റെ ദാനം, ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവിനെ പ്രതി കഷ്ടത വന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് ഓടി ഒളിക്കുന്നവരായിട്ടല്ല, അതും സ്വീകരിക്കാൻ, അതൊരു ദാനമാണ്, അത് രക്ഷ എന്നതുപോലെ തന്നെ അത് വേർപിരിക്കാനായിട്ട് കഴിയാത്ത ഒരു ദാനമാണ് ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടത എന്നുള്ളത്. അത് സുവിശേഷത്തിന് വേണ്ടി ആ നിലയിൽ കഷ്ടത അനുഭവിക്കാൻ മനസ്സുള്ള ക്രിസ്തീയ ജീവിതമാണ് സുവിശേഷത്തിന് യോഗ്യമാവണ്ണമുള്ള നടപ്പ് ജീവിതം എന്നുള്ളത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് പരിശോധിക്കാം. എങ്ങനെയാണ് എൻ്റെ നടപ്പ്? എങ്ങനെയാണ് എൻ്റെ ജീവിതം? സുവിശേഷത്തിന് യോഗ്യമാവണ്ണമാണോ അതോ ലോകത്തിന് യോഗ്യമാവണ്ണമാണോ? ആ നിലയിൽ ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.